പാഞ്ചാല മഹാരാജാവ് തന്റെ പുത്രി ദ്രൗപദിയുടെ സ്വയംവരം വീരപരീക്ഷയായി നടത്താൻ നിശ്ചയിച്ച് ദൂതന്മാരെ അയച്ച് രാജാക്കന്മാരെ ക്ഷണിച്ച സമയത്തെങ്കിൽ ദൂതമുഖങ്ങളിൽ നിന്നും ക്ഷണത്തെ സ്വീകരിച്ച് ജരാസന്ധൻ, ശിശുപാലൻ, ശല്യര, ദുര്യോധനൻ, കർണൻ തുടങ്ങിയിരിക്കുന്ന മഹാരഥന്മാരായിരിക്കുന്ന രാജാക്കന്മാരും ഇതരന്മാരായിരിക്കുന്ന രാജാക്കന്മാരും നാനാപ്രകാരേണയുള്ള പ്രജകളും ബ്രാഹ്മണോത്തമന്മാരും ദ്രുപദരാജധാനിയെ പ്രാപിച്ചു വർത്തിക്കുന്ന കാലത്തെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രിയതമയായിരിക്കുന്ന സത്യഭാമയോടും ജ്യേഷ്ഠനായിരിക്കുന്ന ബലഭദ്രനോടും വലുതായിരിക്കുന്ന യാദവ സൈന്യത്തോടും കൂടെ ദ്രുപദ രാജധാനിയെ പ്രാപിച്ചു വർത്തിക്കുന്ന കാലത്തെങ്കിൽ ദ്രുപദ രാജധാനിയിലെ അവസ്ഥയാകട്ടെ. പാഞ്ചാല ഭൂപാല സുതോ മഹാത്മാ സഞ്ജോതിതസ്താദഗിരാതഗാനിം പഞ്ചേഷു വേഷാൻ നൃപദീനശേഷാൻ മഞ്ജേഷു സംവേശിതവാൻ ഭാരം. പാഞ്ചാല ഭൂപാല സുത അശേഷാൻ നൃപദീൻ മഞ്ജേഷു സംവേശിതവാൻ. പാഞ്ചാല ഭൂപാലസുധൻ അശേഷന്മാരായിരിക്കുന്ന നൃപതികളെ മഞ്ചങ്ങളിൽ സന്നിവേശിപ്പിച്ചു. പാഞ്ചാല മഹാരാജാവിന്റെ പുത്രൻ ധൃഷ്ടദ്യുമ്നൻ അവിടെ ആഗതന്മാരായിരിക്കുന്ന സന്നിഹിതന്മാരായിരിക്കുന്ന രാജാക്കന്മാരെ മുഴുവൻ അവിടെ സൽക്കരിച്ചിരുത്തിന്ന്. ഇത്രയും കഴിഞ്ഞിട്ടിരിക്കണ ഇരിപ്പ അദ്ദേഹം രണ്ട് കയ്യും രണ്ട് തുടയില് വെച്ച് അങ്ങനെയുള്ള ഇരിപ്പ. എന്താ ഇവിടെ വന്നിട്ടുള്ള സകലരെയും അവിടെ സൽക്കരിച്ച് ഇരുത്തിയിട്ടുണ്ട്. അത്രയും കഴിഞ്ഞിട്ടാ എങ്ങനെയായി സൽക്കരിച്ച് ഇരുത്തലുണ്ടായിരിക്കണത്? മഞ്ചേഷു അധികമായിട്ടുള്ള ആ സിംഹാസനങ്ങള്. അല്ലാതെ കണ്ട് ഒരാള് പോലും താഴത്ത് വന്തില്ലാത്ത ദിക്കിലൊന്നും ഇരിക്കേണ്ടി വരുന്നില്ല. തിക്കി തിരക്കി ഇനിയും കുറെ അവിടെ വന്ന് കൂടിയിട്ടുണ്ട്. അതാ അവിടെ കടന്ന് വരുന്നുണ്ട്. ഈ സ്ത്രീകളാണ് അധികവും ഇവിടെ കിടന്ന് വരുന്നത്. അതിന്റെ ഇടയിൽ കൂടെ നടക്കുന്നത്. അവർക്ക് ഈ സന്ദർഭത്തിലാണല്ലോ ഇപ്പൊ അങ്ങനെയുള്ള സമയമാണ്. കുറച്ച് സഞ്ചാര സ്വാതന്ത്ര്യം കൂടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭമാകുമ്പോഴേ അധികമായിട്ടുള്ള ആഘോഷമാണല്ലോ അവിടെ നടക്കുന്നത്. ഇത് ഏതാ സന്ദർഭം? പാഞ്ചാലിയുടെ വിവാഹം. അത് പ്രമാണിച്ചിട്ട് മഹോത്സവമായിട്ടാ. ഒരു ദിവസത്തേ ഉള്ളൂ. എന്നെ ഇപ്പൊ താടിക്ക് കയ്യും കൊടുത്ത് ആലോചിക്കണതല്ലേ, ഇനി കുറച്ച് ദിവസം കൂടി കഴിച്ചു കൂട്ടാണല്ലോ എന്നുള്ളതാ. കാരണം തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയ ദിവസത്തേ ഉള്ളൂ. ചില ദിക്കിൽ അങ്ങനെ ഉണ്ടോ, തുടങ്ങലും അവസാനിക്കലും അന്ന് തന്നെ ഉള്ളു. ആ ഒറ്റയ്ക്ക ഒരു ദിവസത്തേ ഉള്ളൂ കേട്ടോ പ്രയോഗം. ഇതിപ്പോ അതല്ല, കുറച്ച് ദിവസത്തിനുണ്ട്. അതിന് കണക്കാക്കിയിട്ടുള്ള ആളുകളുണ്ട്. പല സാധന സാമഗ്രികളുമായിട്ട് നേരിട്ട് നോക്കിയാൽ പോരാ, അതിന്റെ ചിലതിന്റെ ഉള്ളിൽ കൂടെ പ്രത്യേകം നോക്കുന്നുണ്ട്. ഇനി അത് സൂക്ഷിച്ചു വെക്കണതുണ്ട്. അതൊക്കെ കാരണം ഇതിൽ എന്തൊക്കെയാ അങ്ങനെയുണ്ട്. ആഘോഷമാകുമ്പോ ആരൊക്കെയാ വന്നിട്ടുള്ളത്? ക്ഷണിച്ചിട്ടുള്ള ആളുകളൊക്കെ വന്നില്ലേ, വേണ്ട പോലെ ആയിട്ടില്ലേ? സംഘടിപ്പിക്കുക എന്നാണല്ലോ പറയുക. ഇതിന്റെ സംഘാടനം എന്ന് പറഞ്ഞാൽ അത്ര നിസാരമായിട്ടുള്ളതല്ല. ഏത് ഘോഷമായാലും വിശേഷിച്ച് വിവാഹ മഹോത്സവമായിട്ടാകുമ്പോ അത് സാരം ദിവസം നീണ്ടു നിൽക്കുകയും ചെയ്യുക. കാരണം അന്നേ ദിവസത്തേക്കല്ല, കാലേ കൂട്ടി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഒരുക്കങ്ങളും. അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ടുള്ളതാകുമ്പോ കുറച്ച് ദിവസത്തേക്ക് വേണ്ടി, ഒരു ദിവസത്തേക്കായിട്ട് കണക്കാക്കിയിട്ടുള്ളതല്ല. അപ്പൊ തോന്നി പലതരത്തിലുള്ള മന്ദിരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ കുറച്ചുണ്ട് സങ്കേതം. വേറെ ചില സ്ഥലത്ത് പലതും ഉണ്ട്. അങ്ങനെ പലതുമായിട്ട് പല പ്രയോഗങ്ങളും ഉണ്ട് ഇനി അവിടെ. കാരണം ആ ദിവസമല്ല, കാലേ കൂട്ടി മുൻകൂട്ടി ആളുകൾ അവിടെ എത്തും. ആരാ പോന്നേക്കണത്? ഇതാ കൊണ്ടുവരുന്നുണ്ട് ആനയിച്ചിട്ട്. ചുമതലക്കാരൻ കൂടെ ഉണ്ട്, മറ്റവനെ ആനയിച്ചു കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ പ്രത്യേകം ഒഴിച്ചിട്ടിരിക്കുന്ന സിംഹാസനം അത് ഇരിപ്പിട. അദ്ദേഹം ഇതിലിരിക്കാനുള്ള തന്നെയല്ലേ. പ്രാമാണ്യത്വം കൂടിയിട്ടുള്ള ആളുകളാണ് സംസാരക്കാരെല്ലാവരും. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകം അവിടെ മാറ്റിയിടില്ലേ. ബാക്കിയുള്ളതൊക്കെ ഒരു നിരയിട്ടായി പുറത്തുണ്ട് 3-4 അല്ലേ. അതിനൊക്കെ വേർതിരിച്ചിട്ടുണ്ട്. വേലി കെട്ടുക എന്ന് പറയുമ്പോൾ കേട്ടോ, അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട്. അതിർത്തിക്ക് അപ്പുറം ഇരുത്തേണ്ടത് കുറേ ഉണ്ട്, ഇപ്പുറത്ത് ഇരുത്തേണ്ടതുണ്ട്. അപ്പൊ ഇത് വിശേഷമായിട്ട് ഒഴിച്ചിട്ടുള്ള ആ ഭാഗത്തുണ്ടല്ലോ, അവിടെ ഇരുത്തേണ്ട ആളുകൾ എത്തിയിട്ടില്ലേ.
രാജാക്കന്മാര് മാത്രമല്ല വന്നിട്ടുള്ളത്, നാനാ പ്രകാരത്തിലുള്ള ആളുകളുണ്ട്. അതില് പുരുഷന്മാര് മാത്രമല്ല, സ്ത്രീകളുണ്ട്, ക്ലാങ്ങളുണ്ട്. പ്രായം അധികമായിട്ട് കൂടിക്കാഴ്ചക്ക് അങ്ങോട്ട് നീണ്ടു നടന്ന് കിടക്കാറായത് കൊണ്ട്, മുട്ടിലിഴയണത് കൊണ്ടോ ഒക്കെ പോന്നിട്ടുണ്ട് അങ്ങോട്ട്. അപ്പൊ അങ്ങനെയുള്ള സർവന്മാരെയും ഇവിടെ സൽക്കരിച്ചിരുത്തിയിട്ടുണ്ട്. ആരാ സൽക്കരിച്ചിരിക്കണത്? ദൃഷ്ടദ്യുമ്നൻ, പാഞ്ചാലന്റെ പുത്രൻ ദൃഷ്ടദ്യുമ്നനാ. അതെന്താ അപ്പൊ ദൃഷ്ടദ്യുമ്നൻ സൽക്കരിക്കാൻ പുറപ്പെടാൻ? അങ്ങനെയുണ്ട്. ഇവിടുത്തെ പ്രധാനി ആരാ? ആ പ്രധാനമായിട്ടുള്ള ആളല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ടത്? പ്രധാനി ആരാ? പാഞ്ചാലൻ മഹാരാജാവ്. അപ്പൊ പാഞ്ചാലനല്ലേ ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങൾക്കും, പ്രത്യേകിച്ച് പുത്രിയുടെ വിവാഹമാവുക. അപ്പൊ അതിന് മുൻപന്തിയിൽ നിന്ന് അവിടെ വരുന്നവരെയൊക്കെ സൽക്കരിക്കേണ്ടത്, അനുഭവിച്ചിരുത്തേണ്ടത്. പിന്നെ എന്താ പദം പുറപ്പെട്ടേക്കുന്നതിന്റെ മുമ്പ് കൂടെ? അങ്ങനെയുണ്ട് ചില സന്തതികളെ. ഇപ്പൊ അങ്ങനെയുള്ള കാല, കുറച്ചു കാലം അച്ഛന് സ്വാധീനമുള്ള കാലാവുക, അച്ഛൻ ഭരിക്കണ കാലാവുക. അച്ഛന്റെ അധീനതയിലാണ് രാജ്യം, അധികാരമുണ്ട്, പരമാധികാരമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മക്കള് ചിലര് പുറപ്പെടും ഇല്ലേ? പണ്ടങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. ചില സന്തതികൾ കാരണമാണ് അങ്ങനെ അവർ ഉത്സാഹിച്ച് പുറപ്പെടും കാര്യങ്ങൾ നേരെയാക്കാൻ. അവര് പുറപ്പെട്ട് കുറച്ച് സമയം കൊണ്ട് കഴിഞ്ഞാലോ ഈ സന്തതികള് കാര്യങ്ങൾ നോക്കി നോക്കി രാജ്യത്ത് പലതരത്തിലുള്ള അനർത്ഥങ്ങളായി തീരും. വേണ്ടിയിരുന്നില്ലയോ എന്നുള്ളതാവും. അച്ഛൻ കേമനൊക്കെ ആവട്ടോ, പ്രതാപിയാവും. പക്ഷെ അതുപോലെ മക്കളങ്ങനെ ആയിക്കൊള്ളുന്നുണ്ടോ? എന്താ തോന്നുന്നത്? മൂത്തവരെയൊന്നും മുതിർന്നവരെ മുമ്പിലിരുത്താണ്ട് പ്രമാണിത്തം കാട്ടി മുമ്പിലിരിക്കണത് അത്രയ്ക്ക് പ്രായമൊന്നുമായിട്ടില്ല അദ്ദേഹത്തിന്. നല്ല ചെറുപ്പാ. അപ്പൊ അതാ കണ്ണു പോണെന്നെ ഉണ്ടായിന്. അവനെ പോണുണ്ടോ? അവനെ കുലുങ്ങിയിട്ട് അമ്പാ, അവനെ കണ്ടാ ഒന്ന് മേടിക്കും. അപ്പൊ അതിന് പാകത്തിന് ഉണ്ടായിന്. അടുത്തത് നിരങ്ങി. ഒറ്റയ്ക്ക് ഇരിക്കും വയ്യാ തോന്നിയിട്ടുണ്ട്. എപ്പോഴും ഒരാൾ കൂടെ വേണം. അങ്ങനെയുള്ള ആളുകളുണ്ട്. കുടവയറുമിയെന്നോരു ചാരുസ്വരൂപം മുൻപിൽ ശ്രീപാർവതിക്കും ശിവനുമിഹ പിറന്നോരു ഓമലും നീ ഗണേശ വൻപിച്ചുള്ളോരു വിഘ്നം വിരവിനോടഖിലം തീർത്തു രക്ഷിച്ചുകൊള്ളുവാൻ വന്ദേറും തമ്പുരാനെ തവ പദകമലം സന്തതം കൈതൊഴുന്നേ. വാണീ ദേവി വിളങ്ങണം മമ സദാ ജിഹ്വാഗ്രരംഗേ മുദാ വീണാപാണിയിലാക്കി നാദാമൃതം കർണേ ചൊരിഞ്ഞിടുവാൻ ശാപവിലോചനേ മനതളീ
ഈശ്വരി സദാ രംഗേ വിളങ്ങേണമേ. ക്ഷീണം പോക്കിയുടൻ മഹേശ്വരി സദാ രംഗേ വിളങ്ങേണമേ. ഗുരുചരണ
കുജനേ ശിവമഹാദേവേ സംഗീതനേ സാമീപ്യം ശിവമഹാദേവേദി സംഗീതനേ സാമീപ്യം ശിവശക്തി ദുര്യജനതാ സാംഗത്യ സംഭാഷണേ സാലോക്യം ശിവശക്തി ദുര്യജനതാ സാംഗത്യ സംഭാഷണേ സാലോക്യം ചരാചരാത്മക ധനുർധ്യാനേ ഭവാനീപദേ സായൂജ്യം ചരാചരാത്മക ധനുർധ്യാനേ ഭവാനീപദേ സായൂജ്യം മമ സിദ്ധമാധവനേ സ്വാമി കൃപാജോത്സ്യഗോ Tao, 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 tất thìn, tất thìn, tất thìn.